മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ച മലയാള ചലച്ചിത്രം 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകളാണ്. ഇതിൽ ഇദ്ദേഹം ഒരു ചെറിയ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. മോഹൻലാൽ അഭിനയിച്ച ആദ്യ സിനിമ 1978 പുറത്തിറങ്ങിയ തിരനോട്ടം. എന്നാൽ സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ഈ ചിത്രം ഏറെക്കാലം റിലീസ് ചെയ്തിരുന്നില്ല. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് പ്രേക്ഷകർക്കരികിലെത്തിയ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. സുരേഷ് ഗോപിയുടെ ആദ്യ മലയാള സിനിമ 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്നാണ്. ഇതിൽ അദ്ദേഹം ഒരു ബാലതാരമായാണ് അഭിനയിച്ചത്. പിന്നീട് മുതിർന്ന നടനായി അദ്ദേഹം സജീവമായത് 1986 പുറത്തിറങ്ങിയ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന ചിത്രത്തിലൂടെയാണ്. ദിലീപ് അഭിനയിച്ച ആദ്യത്തെ മലയാള സിനിമ 1992 പുറത്തിറങ്ങിയ എന്നോടിഷ്ടം കൂടാമോ ആണ്. ഈ ചിത്രത്തിൽ അദ്ദേഹം ചെറിയ വേഷത്തിലാണ് അഭിനയിച്ചത്. അതിനുശേഷം അദ്ദേഹം നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം മാനത്തെ കൊട്ടാരമാണ്. കുഞ്ചാക്കോ ബോബന്റെ ആദ്യ ചിത്രം 1981 പുറത്തിറങ്ങിയ ധന്യ എന്ന മൂവിയിൽ ബാലതാരമായിട്ടായിരുന്നു. മുതിർന്ന ആളായി അദ്ദേഹം ആദ്യമായി പ്രധാന വേഷം ചെയ്തത് 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലായിരുന്നു. ജയസൂര്യയുടെ ആദ്യമായി നായകനായ ചിത്രം വിനയൻ സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രമാണ്. എങ്കിലും 1995 പുറത്തിറങ്ങിയ ത്രീ മെൻ ആർമിയിലും 2001 ഇറങ്ങിയ ദോസ്ത് സിനിമയിലും അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റായി ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ആദ്യമായി റിലീസ് ചെയ്ത മലയാള ചിത്രം രാജസേൻ സംവിധാനം ചെയ്ത നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവൻ്റെ ഒരു രാജകുമാരിയാണ്. എന്നാൽ അദ്ദേഹം ആദ്യം അഭിനയിച്ച ചിത്രം രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനമാണ്. ഇത് തിയേറ്ററുകളിലെത്തിയത് നക്ഷത്ര കണ്ണുള്ള രാജകുമാരന് ശേഷമാണ്. മലയാളത്തിൽ നടൻ മുകേഷിന്റെ ആദ്യ സിനിമ 1982 പുറത്തിറങ്ങിയ ബലൂണാണ്. സലീം കുമാറിന്റെ ആദ്യ മലയാള ചലച്ചിത്രം 1997 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടമാണ്. ഈ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഹരിശ്രീ അശോകന്റെ ആദ്യ മലയാള ചിത്രം 1986 പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയാണ്. 1988 പുറത്തിറങ്ങിയ പത്മരാജൻ സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായ അപരനാണ് ജയറാമിന്റെ ആദ്യ മലയാള ചലച്ചിത്രം. മലയാളത്തിലെ പ്രശസ്ത ഹാസ്യനടൻ ജഗതി ശ്രീകുമാറിന്റെ ആദ്യ സിനിമ 1974 പുറത്തിറങ്ങിയ കന്യാകുമാരിയാണ്. ഈ ചിത്രത്തിൽ അദ്ദേഹം ചെറിയ വേഷത്തിലാണ് അഭിനയിച്ചത്. ഇതിഹാസ നടൻ ഇന്നസെന്റിന്റെ ആദ്യ മലയാള ചലച്ചിത്രം 1972 പുറത്തിറങ്ങിയ നൃത്തശാലയാണ്. ജഗദീഷ് അഭിനയിച്ച ആദ്യ മലയാള സിനിമ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ 1984 പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ബിജു മേനോന്റെ ആദ്യ മലയാള ചിത്രം 1994 പുറത്തിറങ്ങിയ പുത്രൻ എന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂടിന്റെ ആദ്യ മലയാള ചിത്രം 2002 പുറത്തിറങ്ങിയ സ്പൂഫ് കോമഡി ചിത്രമായ ജഗപുകയാണ്. ഈ ചിത്രത്തിൽ അദ്ദേഹം പാച്ചൻ ദാദാസാഹിബ് എന്ന് 2 വേഷങ്ങളിൽ അഭിനയിച്ചു. 1972 പുറത്തിറങ്ങിയ അഴിമുഖമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ ആദ്യ മലയാള ചലച്ചിത്രം. 1981 പുറത്തിറങ്ങിയ ചൂതണ്ടം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഇന്ദ്രൻസ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത്. ഒരു വസ്ത്രകലാകാരനായും ഒരു ചെറിയ അഭിനയ വേഷത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു. മനോജ് കെ ജയൻ ആദ്യ സിനിമ അലി അക്ബർ സംവിധാനം ചെയ്ത മാമലകൾക്കപ്പുറത്താണ്. എന്നാൽ ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല. തുടർന്ന് റിലീസ് ചെയ്ത പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം 1990 പുറത്തിറങ്ങിയ പെരുന്തച്ചനാണ്. 1985 പുറത്തിറങ്ങിയ ആ നേരം അല്പദൂരം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് നടൻ സിദ്ദീഖ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ശ്രീനിവാസന്റെ ആദ്യ മലയാള ചിത്രം P.A. ബക്കർ സംവിധാനം ചെയ്ത് 1976 പുറത്തിറങ്ങിയ മണിമുഴക്കമാണ്. ചിത്രത്തിൽ വൈറൽ മൈക്കിൾ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.